ആഫ്രിക്കൻ രാജ്യത്തൊരു മുസ്ലിം സഹോദരൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയുമോ? റമദാനിൽ പകല് നോമ്പ് നോറ്റിട്ട് നോമ്പ് മുറിക്കണല്ലോ. നോമ്പ് മുറിക്കാൻ അയാൾക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല. അതുകൊണ്ട് ഏതെങ്കിലും കരിഞ്ഞുണങ്ങിയ ചെടിയുടെ ഏതെങ്കിലും ഒരു സാധനം അടർത്തിയെടുത്തിട്ട് ചവച്ചാൽ നോമ്പ് മുറിച്ചതായിട്ട് കൂട്ടാൻ പറ്റുമോ? മതപരമായി അതൊരു നോമ്പ് മുറിക്കലായിട്ട് മാറുമോ എന്ന ചോദ്യം ആത്മാർത്ഥമായിട്ട് സ്വന്തം ജീവിതത്തെ മുന്നിൽ വെച്ചിട്ട് ആ മനുഷ്യൻ ചോദിക്കുമ്പോ മറുപടി പറയാൻ കഴിയാതെ ആ പണ്ഡിതൻ കരയുന്നത് നമ്മൾ കേട്ടു. നമ്മളത് അനുഭവിച്ചിട്ടില്ല. ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവർ, നമ്മൾ പറയല്ലോ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എന്ന് പറയല്ലോ. സകാത്ത് കൊടുക്കുമ്പോ നമ്മൾ കണക്കാക്കും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ കഴിച്ച് എത്രയാണ് മിച്ചമുള്ളത്. എന്താ? ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ചികിത്സ, പഠനം, ഇങ്ങനെ നമ്മൾ എണ്ണാറുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ. നമ്മൾ ഒന്നുകൂടി നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യമെന്ന് പറഞ്ഞിടത്തേക്ക് ഒന്നുകൂടി ലെൻസ് വെച്ച് നമ്മളൊന്ന് നോക്കൂ. പലതും അടിസ്ഥാനപരമായിരുന്നില്ല, അടിസ്ഥാനപരമാത്തിന്റെ പുറത്തുള്ളതായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് അതൊക്കെ അള്ളാഹു നമുക്ക് ഹലാലാക്കി തന്നു. എന്നിട്ട് പടച്ചോൻ പറയാ, ഈ ലോകത്ത് ജീവിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടിമകളിൽ നിങ്ങൾക്ക് മുൻപിൽ നാളെ പരലോകത്ത് നിങ്ങളുടെ സമ്പത്തിനെ പറ്റി, നിങ്ങളുടെ വിനിയോഗിക്കലിനെ പറ്റി, നിങ്ങളുടെ ചെലവഴിക്കലിനെ പറ്റി സാക്ഷ്യം പറയാനുള്ള ഒരുപാട് മനുഷ്യരും ഒരുപാട് സംരംഭങ്ങളും ഈ ഭൂമിയിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ സംരംഭങ്ങൾ, ഇസ്ലാമികമായ സംരംഭങ്ങൾ, അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യന്മാർ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ സ്വന്തം കുട്ടിയുടെ വായിലേക്ക് ഒരു പിടി ഉരുള ഭക്ഷണം വെച്ച് കൊടുക്കാൻ കഴിയാത്ത പിതാക്കന്മാർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോക ജനസംഖ്യയുടെ 70% മനുഷ്യന്മാർ അങ്ങനെ ജീവിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ പ്രയാസങ്ങളെ പറ്റിയിട്ടാണ് ചെലവഴിക്കാൻ പറയുമ്പോൾ നമ്മൾ ആകുലതപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് റബ്ബിന്റെ മാർഗത്തിൽ ചോദിക്കുമ്പോൾ മനസ്സിൽ പിശുക്ക് പിടിച്ച ആളുകളെ വലിയ വെറുപ്പാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദ് അവസാനിക്കുന്ന ആയത്തുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അല്ലയോ കൂട്ടരെ, അല്ല ചോദിക്കല്ലയോ കൂട്ടരെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനായിട്ട് നിങ്ങളെ വിളിക്കപ്പെടുമ്പോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി നിങ്ങളോട് ആഹ്വാനം ചെയ്യപ്പെടുമ്പോ ഫമിൻകും മൻ യബ്ഖൽ, നിങ്ങൾ പിശുക്ക് പിടിക്കാണോ? അല്ലാഹു ചോദിക്കുക, നിങ്ങൾ പിശുക്ക് പിടിക്കാണോ? അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കട എന്ന് പറഞ്ഞിട്ട് 100,000 റബ്ബിന്റെ മാർഗത്തിലുള്ള സംരംഭങ്ങൾ മനുഷ്യന്മാർ അവരുടെ നേരെ ചൂണ്ടിയിട്ട് കൊടുക്കണം. അവർക്ക് നിനക്ക് റബ്ബ് നൽകിയതിൽ നിന്ന് അല്പമെങ്കിലും നീ കൊടുക്കണം എന്ന് പറയുമ്പോ ഫമിൻകും മൻ യബ്ഖൽ, നിങ്ങളിൽ നിന്ന് പിശുക്ക് പിടിക്കുകയാണോ? വമൻ യബ്ഖൽ, ആരാണടാ പിശുക്ക് പിടിക്കുന്നത്? ഫഇന്നമാ യബ്ഖൽ അൻ നഫ്സിഹി, അവൻ സ്വന്തത്തിനോട് തന്നെയാണ് ട്ടോ പിശുക്ക് പിടിച്ചത്. അല്ലാഹു പറയാ, അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് പറയുമ്പോ കൊടുക്കാൻ മനസ്സില്ലാതെ പിശുക്ക് പിടിച്ചിട്ട് ജീവിക്കുന്നവരെ നീയൊക്കെ തിരിച്ചറിഞ്ഞോ? നീ കാണിച്ചത് നിന്നോട് തന്നെയുള്ള പിശുക്കാണ്. നീ ഒരു ദിവസം വരും, നിന്റെ കണ്ണുകൾ അടയുന്ന ഒരു ദിവസം വരും. ഈ ദുനിയാവല്ലാത്ത മറ്റൊരു ലോകത്തേക്ക് നിന്റെ കണ്ണുകൾ തുറക്കുന്ന ദിവസം, അതാ മരണം. മരണം എന്ന് പറഞ്ഞാൽ അതാ, ഇവിടെ കണ്ണടയും. നമ്മൾ കണ്ണടയുന്ന നാൾ എന്നാ പറയാ. അല്ല, കണ്ണടയുന്ന നാൾ മാത്രമല്ല, ആ കണ്ണടയുന്ന നിമിഷം മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കണ്ണ് തുറക്കും. അതല്ല പറയുന്നത്. അവിടെ നിനക്ക് മനസ്സിലാകും. ആ ലോകം നീ കാണുമ്പോ, മലക്കുൽ മൗത്തിനെ നീ കാണുമ്പോ, നിന്റെ റൂഹിനെ സമീപിക്കാൻ അവർ വരുമ്പോ, അന്ന് നീ അറിയും, അന്ന് നീ കാണും, അന്ന് നീ ഖേദിക്കും. വഅൻഫിഖു മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമാകുന്നതിന് മുമ്പ് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചേക്ക് എന്ന് അല്ലാഹു പറയുകയാണ്. ഫയഖൂൽ, ആ സമയത്ത് അതുവരെ ചെലവഴിക്കാതെ തന്റെ സമ്പാദ്യം മുഴുവൻ തന്റെ പേഴ്സണൽ ജീവിതത്തിന് വേണ്ടി, തന്റെ മാത്രം ജീവിതത്തിന് വേണ്ടി, തന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ച്, അത് മാത്രം ശ്രദ്ധിച്ച്, അത് മാത്രം തന്റെ ബഡ്ജറ്റായി കൊണ്ടു നടന്ന മനുഷ്യൻ അവിടെ വെച്ച് പറയും, റബ്ബി ലൗലാ
അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സാലിഹീൻ. അവിടെ വെച്ച് മനുഷ്യൻ പറയും റബ്ബി ലൗലാ അഖർതനി, പടച്ചവനെ എനിക്കൊരു അല്പം സമയം നീട്ടിത്ത, എനിക്കൊരു വലിയ ആയുസ് വേണ്ട, വർഷങ്ങൾ വേണ്ട, ഒരല്പം സമയം നീ എനിക്ക് നീട്ടിച്ച, ഇലാ അജലിൻ ഖരീബ്, ഒരു അല്പം സമയം നീ എന്നെ പിന്തിപ്പിച്ചതാ, ഫഅസ്വദ്ദക വഅകും മിനസ് സാലിഹീൻ. ഒന്നാമത്തേത് എന്താ? ഞാൻ സ്വതക്ക കൊടുത്തോളാം. മനുഷ്യൻ അവിടെ വെച്ച് പറയാ, ഞാൻ സ്വതക്ക കൊടുത്തോളാം. ഫഅസ്വദ്ദക വഅകും മിനസ് സാലിഹീൻ, ഞാൻ സൽക്കർമ്മകാരികളുടെ കൂട്ടത്തിലായിക്കോളാം, സാലിഹീങ്ങളുടെ കൂട്ടത്തിലായിക്കോളാം, ഞാൻ സ്വതക്ക കൊടുത്തോളാം. എനിക്ക് അല്പം സമയം വേണം, മരണം വരും.